ഹായ്, ഇതെൻ്റെ റൊളീനിയ മരമാണ്. നട്ടിട്ട് 3-4 കൊല്ലമായി. പെട്ടെന്ന് വളർന്ന് വലുതാവുന്ന ഒരു മരമാണ് റൊളീനിയ. അതുകൊണ്ട് തന്നെ കാറ്റ് പിടിച്ച് അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്, കട്ടി കുറവാണ് അതിന്. നമ്മളത് പൊക്കം കുറച്ച് നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇപ്പം മഴയൊക്കെ പെയ്ത് നല്ല തളിർത്ത് വലിയ ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് പ്രൂൺ ചെയ്യാഞ്ഞിട്ടൊരു സമാധാനമില്ല. അങ്ങനെ ഒരു ഏണിയൊക്കെ റെഡിയാക്കി ഞാൻ തന്നെ പ്രൂൺ ചെയ്യാൻ കയറി. നമ്മൾ പണിക്കാരെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അവർ വന്നാൽ ആദ്യം തന്നെ താഴത്തെ ചില്ലകളായിരിക്കും മുറിച്ചു മാറ്റുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ കയറി, ഞാൻ തന്നെ മുറിച്ച് കുറച്ചായപ്പോഴത്തേക്ക് പതിവില്ലാത്ത പണിയായതുകൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ. അങ്ങനെ താഴെ ഇറങ്ങി നോക്കിയപ്പോൾ വെട്ടിയിട്ടതിനകത്ത് മുഴുവൻ പൂക്കളുണ്ട്, ഞാൻ കണ്ടതേയില്ല. അവശേഷിക്കുന്ന ഒരേ ഒരു കൊമ്പിൽ നോക്കിയപ്പോൾ അതിൽ 4 കാ നിപ്പുണ്ട്. അതുകൂടെ വെട്ടിയിട്ടാണ് ഇറങ്ങിയെങ്കിൽ എല്ലാം പോയേനെ. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ റൊളീനിയയിൽ കാ വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാനത് കഴിച്ചു നോക്കിയ ശേഷമാണ് റൊളീനിയയുടെ തൈ വാങ്ങിച്ചത്. ഞാൻ കഴിച്ചിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും നല്ലൊരു പഴമാണ്. നല്ല രുചിയുണ്ടായിരുന്നു അതിന്. കുരു വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ കാമ്പ് കൂടുതൽ കിട്ടും റൊളീനിയക്കകത്ത്. ഷെൽഫ് ലൈഫ് കുറവായതുകൊണ്ട് നമുക്ക് കടകളിൽ ഇത് വാങ്ങാൻ കിട്ടുകയില്ല. അങ്ങനെ ആദ്യത്തെ കൺമണിയാണ് ഈ തൂങ്ങിയാടുന്നത്. ഇനി അത് പഴുക്കുന്നതും കാത്തുള്ള ഇരിപ്പാണ്. അണ്ണാനും കിളികളും ഒന്നും കൊണ്ടുപോയില്ലെങ്കിൽ ഭാഗ്യം.